അജഗണമായി നീ മാറണം. ഇടയന്റെ സ്നേഹം നുകർന്നിടുവാനായി കുഞ്ഞാടായി നീ മാറണം. ഈശോ നമ്മുടെ നല്ല ഇടയനാണ്. തൻ്റെ കുഞ്ഞാടുകളെ സംരക്ഷിക്കുന്നത് പോലെ അവിടുന്ന് നമ്മെ ഓരോരുത്തരെയും കാത്തു പരിപാലിക്കുന്നു. ആ പരിപാലന നിരന്തരമായി അനുഭവിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയനാഥത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവിതരിക എന്ന ഗാനമാണ് സ്വർഗീയനാഥത്തിലൂടെ ആദ്യമായി ഞാനിവിടെ ആലപിക്കുന്നത്. ദൈവത്തെക്കുറിച്ച് അറിഞ്ഞിട്ടും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന മക്കളെ കുറിച്ച് വിലപിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് ഈ ഗാനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ആകാശമേ കേൾക്കാം, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. ആകാശമേ കേൾക്കാം, ഭൂമിയെ ചെവി തരിക. മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. കാളതന്റെ ഉടയവനെ, കഴുത തന്റെ യജമാനന്റെ, പുൽത്തൊട്ടി അറിയുന്നല്ലോ എൻ ജനമറിയുന്നില്ല. കാളതന്റെ ഉടയവനെ, കഴുത തന്റെ യജമാനന്റെ, പുൽത്തൊട്ടി അറിയുന്നല്ലോ എൻ ജനമറിയുന്നില്ല. ആകാശമേ കേൾക്കാം, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. അകൃത്യഭാരം ചുമക്കും ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ മക്കൾ, വഷളായി നടക്കുന്നവർ ദൈവമാരെന്നറിയുന്നില്ല. അകൃത്യഭാരം ചുമക്കും ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ മക്കൾ, വഷളായി നടക്കുന്നവർ
ആകാശമേ കേൾക്കാം, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. ആകാശത്തിൻ പേരിഞ്ഞാറയും കൊക്കും മീവൽ പക്ഷിയും അവർ തന്റെ കാലമറിയും, എൻ ജനമറിയുന്നില്ല. ആകാശത്തിൻ പേരിഞ്ഞാറയും കൊക്കും മീവൽ പക്ഷിയും അവർ തന്റെ കാലമറിയും, എൻ ജനമറിയുന്നില്ല. ആകാശമേ കേൾക്കാം, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. ആകാശമേ കേൾക്കാം, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. അവരെന്നോട് മത്സരിക്കുന്നു. അവരെന്നോട് മത്സരിക്കുന്നു. നമ്മുടെ കണ്ടുകൊണ്ടിരിക്കുന്ന അപ്പച്ചന്മാരും അമ്മച്ചിമാരൊക്കെ ഇപ്പോൾ മനസ്സിലാണെങ്കിലും അവരെനിക്ക് തോന്നുന്നു വീട്ടിലിരുന്ന് ഇത് പാടുന്നുണ്ടാവും. ഈ പാട്ടിൻ്റെ കൂടെ മൊത്തം ഈ പാട്ട്, കാരണം അവർക്കെല്ലാം കാണാപ്പാടമായിരിക്കും ഈ പാട്ട്. ഈ ഗാനം ഞാൻ ആലപിച്ചപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് വന്നത്, ഞാൻ ഈ അടുത്ത് ഡിവൈൻ്റെ ഒരു വൃദ്ധസദനമുണ്ട്, അവിടെ പോയിരുന്നു. അവിടെ ഒത്തിരി എന്താ പറയുക, ആരും നോക്കാനില്ലാതെ, പിന്നെ ഒരുപാട് കാശുള്ള വീട്ടിലെ അപ്പനും അമ്മച്ചിമാരും അവിടെ വന്ന് അവരെ ആക്കിയിട്ട് അവിടെ നിന്ന് പോയേക്കാം. അവർ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അടുത്ത് അവരത് സംസാരിച്ച് ഒത്തിരി വിഷമത്തോടു കൂടി എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾ 5 മക്കളുണ്ട്, ആരും തന്നെ നമ്മളെ നോക്കാനില്ല. അപ്പോൾ ഒത്തിരി വിഷമത്തോടു കൂടി ഒരു അമ്മച്ചി എന്നോട് പറഞ്ഞു, ഇങ്ങനെ എല്ലാവരും നല്ല പൈസക്കാരാണ്, പക്ഷെ അവർക്ക് പ്രായമായപ്പോൾ അവരുടെ സ്റ്റാറ്റസിനൊപ്പം ഈ അമ്മച്ചീനെ അവർക്ക് വീട്ടിൽ ഇരുത്തുവാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം അവർ വൃദ്ധസദനത്തിലാക്കി. നമ്മുടെ മാതാപിതാക്കളെ നമ്മളാൽ കഴിയും രീതിയിൽ അവരെ സന്തോഷിപ്പിച്ച് ജീവിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. അപ്പോൾ ഈ ഒരു ചിന്തയിൽ നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് കടക്കാം. കന്യകാമറിയത്തിനെ വാഴ്ത്തിക്കൊണ്ട് ഉള്ള ഒരു ഗാനമാണ്. ഈ പാട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എന്നും ആശ്രയിക്കാവുന്ന ഒരു അമ്മയെ പറ്റിയാണ് ഈ പാട്ടിലുടനീളം പറയുന്നത്. നമുക്ക് എന്ത് സിറ്റുവേഷൻ വന്നാലും, നമ്മുടെ ജീവിതം ഏത് രീതിയിൽ പോയാലും നമ്മുടെ കൂടെ എന്നും അമ്മയുണ്ടാവും. അമ്മയോട് നമുക്ക് പ്രാർത്ഥിച്ചാൽ അതിന് ഫലമുണ്ടാകും എന്നുള്ള ആ ഒരു ഉറപ്പാണ് ഈ ഒരു പാട്ടിലൂടെ നമുക്ക് തരുന്നത്. ആശ്രയം നീ
ജഗദീശ്വരി കരുണാകരി കന്യാമറിയമേ തായേ എനിക്കെന്നാളും ആശ്രയം നീയേ. ദൈവമായി മാതാവ് തെളിയാനായിട്ട് അല്ലേ, ലോകത്തിൽ പറഞ്ഞ പോലെ ലോകത്തിൽ ഒത്തിരി അത്ഭുതങ്ങൾ മാതാവ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. എങ്ങനെ നമ്മൾ മുൻപോട്ട് പോകണം, അതെല്ലാം തിരിച്ചറിയാനും ആ ദീപത്തിനെ നമ്മുടെ മനസ്സിലേക്ക് ഉൾക്കൊള്ളുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയിൽ അല്ലേ. പിതാവായ ദൈവം സീനായ് മലയിൽ എരിയുന്ന മുൾച്ചെടിയായി 10 പ്രമാണങ്ങൾ നമുക്കായി ഏൽപ്പിച്ചു. നമ്മെ പാപജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുവാൻ വേണ്ടി നമ്മുടെ ഹൃദയത്തിലും ഈ ദേവകൽപ്പനകൾ എരിതീ ചെടിയായി ജ്വലിച്ചു നിൽക്കട്ടെ. സ്നേഹമുള്ളവരെ, പരിശുദ്ധ ഗാനങ്ങൾ എന്ന ആൽബത്തിൽ ദാസാറിൻ്റെ അതിമനോഹരമായ ആ ഗാനം എൻ മനോഫലകങ്ങളിൽ നിന്റെ കൽപ്പനയോടെ ജീവിതമാ സീനായ് മാമലയിൽ എരിതീ ചെടിയായി വളരേണമേ യഹോവേ. എൻ മനോഫലകങ്ങളിൽ നിന്റെ കൽപ്പനയോടെ ജീവിതമാ സീനായ് മാമലയിൽ എരിതീ ചെടിയായി വളരേണമേ യഹോവേ. മോശയാൽ യഹൂദരിൽ മോചനം ചൊരിഞ്ഞവനെ, മോശയാൽ യഹൂദരിൽ മോചനം ചൊരിഞ്ഞവനെ, മനസ്സിലെ മരുവിലും സമാഗമന കൂടാരവുമായി നിൽപ്പു നിൻ മുൻപിൽ ഞാൻ. എന്റെ പാപമകറ്റണമേ, എൻ മനോഫലകങ്ങളിൽ നിന്റെ കൽപ്പനയോടെ ജീവിതമാ സീനായ് മാമലയിൽ എരിതീ ചെടിയായി വളരേണമേ യഹോവേ. എന്റെ ഈ ശരീരവും ജീവനം പൊതിഞ്ഞിടുവാൻ, എന്റെ ഈ ശരീരവും ജീവനം പൊതിഞ്ഞിടുവാൻ, മുകളിൽ നീ മുകിലുപോൽ പരന്നൊഴുകണേ ഈ മരുഭൂവിൽ പാറയിൽ വെള്ളമാ എന്റെ ദാഹം തീർക്കണമേ. എൻ മനോഫലകങ്ങളിൽ നിന്റെ കൽപ്പനയോടെ ജീവിതമാ സീനായ് മാമലയിൽ എരിതീ ചെടിയായി വളരേണമേ യഹോവേ.
സീനായ് മാമലയിൽ ദൈവം നമുക്ക് നൽകിയ ആ 10 കൽപ്പനകളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഗാനമായിരുന്നു ഗുല്ലു പാടിയത്. തീർച്ചയായിട്ടും ആ 10 കൽപ്പനകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടി ഗുല്ലു ഈ സോങ്ങിലൂടെ നമ്മുടെ പ്രേക്ഷകർക്ക് നൽകിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് പോവാം. അടുത്ത ഗാനം നല്ലിടയ നല്ലിടയ എന്നുള്ള ഗാനമാണ്. അപ്പോൾ ഈ ഒരു ഗാനത്തെക്കുറിച്ച് ഒരു ഇത് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ പലരും ഈ പാട്ട് പാടി നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് കറക്റ്റ് ട്യൂണാണോ എന്ന് അറിയത്തില്ല. അപ്പോൾ ഞാനിങ്ങനെ ഒരു അമ്മച്ചിയുടെ അടുത്ത് പോയിട്ട്, നല്ല പ്രായമുള്ള അമ്മച്ചിയാണ്, അപ്പോൾ അമ്മച്ചിയുടെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ ഈ പാട്ട് കേട്ടിട്ടുണ്ടോ, എനിക്കൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചിട്ട് ചെന്നപ്പോൾ ഞാൻ ഈ പാട്ട് പാടി. അപ്പോൾ അമ്മച്ചി പറയുവാണ്, പണ്ട് ഞങ്ങൾ നമ്മുടെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് എല്ലാവരും മുട്ടുമേൽ നിന്ന് ചെല്ലും അല്ലേ. പണ്ടത്തെ തലമുറകളെ എല്ലാവരും തന്നെ എല്ലാ പ്രാർത്ഥന തീരുന്നത് വരെ മുട്ടുമേൽ നിന്ന് ചെല്ലുന്ന അമ്മച്ചിമാരാണ്. അപ്പോൾ അമ്മച്ചി പറയുവാണ്, ഈ പാട്ട് ട്യൂൺ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് എന്നെ പഠിപ്പിച്ചതാണ്. അപ്പോൾ എൻ്റെ ആൻറ്റി ഉണ്ട്, സിസ്റ്റർ. അപ്പോൾ ആൻറ്റിയുടെ അടുത്ത് ഇങ്ങനെ ഈ പാട്ട് പറഞ്ഞപ്പോൾ ഏകദേശം 40 വർഷം മുൻപ് ആൻറ്റി ഈ പാട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ അത്രയും പഴക്കമുള്ള ഈ പാട്ട് നമ്മുടെ സ്വർഗീയ നാദത്തിലൂടെ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി സമർപ്പിക്കാം.
സ്വന്തം ജീവൻ നൽകി നമ്മെ കാത്തു പരിപാലിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ കണ്ടത്. ആ ദൈവത്തിൻ്റെ വിളിക്കായി നമുക്ക് കാതോർക്കാം. ആ വിളിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു സന്ദേശത്തോടു കൂടി സ്വർഗീയനാഥത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത ദിവസം കാണുന്നതുവരെ ദൈവത്തിന് സ്തുതി. ഇടയന്റെ കാവൽ ലഭിച്ചിടുവാനായി അജഗണമായി നീ മാറണം. ഇടയന്റെ സ്നേഹം നുകർന്നിടുവാനായി കുഞ്ഞാടായി നീ മാറണം. ഇടയന്റെ കാവൽ ലഭിച്ചിടുവാനായി അജഗണമായി നീ മാറണം. ഇടയന്റെ സ്നേഹം നുകർന്നിടുവാനായി കുഞ്ഞാടായി നീ മാറണം. എൻ മനോഫലകങ്ങളിൽ നിന്റെ കൽപ്പനയോ